ഇപ്പോൾ ആര്യയും ശ്രുതിയും അഞ്ജനിയും ഒക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ക്ഷേത്ര പരിസരത്തെ കലാപരിപാടികൾ കൂടിയാണ്. റിപ്പോർട്ടറിന്റെ മനോഹരമായ ആകാശ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. യഥാർത്ഥത്തിൽ വർണ്ണാഭയിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുന്ന ആറ്റുകാലിന്റെ തലസ്ഥാന നഗരിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് റിപ്പോർട്ടർ TV ഈ രാത്രിയിൽ നൽകുന്നുണ്ട്. ഈ നൈറ്റ് വൈബ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് റിപ്പോർട്ടർമാരോട് ചോദിക്കാം. വിവിധ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. നമുക്കൊപ്പം അഞ്ജന അനിൽകുമാറും ചേരുന്നുണ്ട്. അഞ്ജന അനിൽകുമാർ, എന്താണ് ക്ഷേത്ര പരിസരത്തിന്റെ ഇപ്പോഴത്തെ അനുഭവം? വല്ലാത്തൊരു നൈറ്റ് വൈബ് ആണല്ലേ? ഗുഡ് ഈവനിങ് അരുൺകുമാർ. തീർച്ചയായും വളരെ നല്ലൊരു അനുഭവമാണ് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത്. അനന്തപുരിയിൽ അക്ഷരാർത്ഥത്തിൽ ഭക്തജന പ്രവാഹമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ രാത്രിയിലും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പലരും ഇവിടെ പായൊക്കെ വിരിച്ച് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ 2-3 ദിവസമായി അവർക്ക് ഉറക്കമില്ല. അമ്പലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലം തന്നെ പിടിച്ച് ദേവിയുടെ നടയിൽ തന്നെ പൊങ്കാലയിടണമെന്ന ആഗ്രഹത്താലാണ് ഇവിടെ വന്ന് ഇത്രയും ദിവസമായി ഇങ്ങനെ ഇരിക്കുന്നത്. നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഇവരെല്ലാം തന്നെ കാത്തിരിക്കുന്നതും. അതിനായുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ചേച്ചി, ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ പൊങ്കാലയാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായില്ലേ? പൂർത്തിയായി. എവിടുന്നാ വരുന്നേ? ചടയമംഗലം. സാധനങ്ങളൊക്കെ വാങ്ങി? ഇപ്പോഴും വരാറുണ്ടോ പൊങ്കാലയ്ക്ക്? എല്ലാ വർഷം വരും. എത്രാമത്തെ പൊങ്കാല? ഇതിപ്പം ഈ കൊറോണയ്ക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വരാത്തത്. ബാക്കിയൊക്കെ വന്നിട്ടുണ്ട്. വർഷങ്ങളായി പൊങ്കാലയിടാൻ വരുന്നവരാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും. പ്രത്യേകിച്ച് ആറ്റുകാൽ പൊങ്കാലയെ പറ്റി എടുത്തു പറയുകയാണെങ്കിൽ ഓരോ വർഷവും പുതിയതായി വരുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഓരോ വർഷവും ഇങ്ങോട്ടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആരംഭം കുറിക്കും. അതിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. വലിയ തിക്കും തിരക്കുമാണ് അവിടെ. ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആര്യ സുരേന്ദ്രനും സുധീശരത്തും അഞ്ജനയും ആതിര ജെയിനും സുനീഷ അയ്യല്ലൂരും അടങ്ങുന്ന വാർത്താ സംഘങ്ങൾ നമ്മുടെ ലേഡി റിപ്പോർട്ടർമാർ നമുക്കൊപ്പമുണ്ട്. നമുക്ക് ആര്യയിലേക്കും ശ്രുതിയിലേക്കും കൂടി ഒന്ന് പോകണം. ആര്യ, ശ്രുതി, വലിയ കാഴ്ചയാണ്, മനോഹരമായ കാഴ്ചകളാണ്. ദൃശ്യഭംഗി എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ രാത്രിയിലെ മനോഹാരിതയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ, ആ ഫ്രെയിമുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണല്ലേ ആറ്റുകാൽ പരിസരം? ആര്യ, ശ്രുതി. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് ഈവനിങ്. നമ്മളിപ്പോൾ ആറ്റുകാലമ്മയുടെ തിരുനടയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. കാരണം നാളെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപ് ദേവിയെ കണ്ട്, അമ്മയെ കണ്ട് ആ നിവേദ്യം അർപ്പിക്കുന്നതിൻ്റെ അനുവാദം വാങ്ങുന്ന സമയമാണ് ഈ മണിക്കൂറുകൾ. അപ്പോൾ 1 മണി വരെ നട തുറന്നിരിക്കും. ഇപ്പോൾ അല്പസമയം മുമ്പായിരുന്നു ദീപാരാധന കഴിഞ്ഞ് നട തുറന്നത്. ഭക്തർ അകത്തേക്ക് പ്രവേശിച്ച് അമ്മയെ കാണാനുള്ള തിരക്കിലായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം നീണ്ട ക്യൂ ഈ ഒരു ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നിരവധി ആളുകൾ ഈ ഒരു മണിക്കൂറിലും ഇവിടെ അമ്മയെ കാണാനായി ഈ ഒരു അവസാന മണിക്കൂറിൽ നിവേദ്യം അർപ്പിക്കുന്നതിന്, പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള അവസാന മണിക്കൂറിൽ കാത്തു നിൽക്കുകയാണ്. ആര്യ, നമ്മൾ കുറേ അധിക നേരമായി ഇവിടെ നിൽക്കുന്ന ഈ ഒരു കാഴ്ച കാണുന്നു. എന്താണ് തോന്നുന്നത് ഈ ഒരു നിമിഷം? എന്നാണ് കാണാൻ തുടങ്ങിയത് ആ ഒരു തിരക്കാണ്. ആ ഉത്സവത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ട് അടുത്താണ് നിൽക്കുന്നത്. അമ്പല നടയ്ക്ക് തൊട്ട് മുൻപിലാണുള്ളത്. അപ്പോഴും കാണുന്നത് ക്ഷമയോടെ കാത്തു നിൽക്കുന്ന, മണിക്കൂറുകളായി ക്യൂവിൽ നിന്ന് അമ്മയെ കണ്ട് അനുവാദം വാങ്ങി നാളെ പൊങ്കാല സമർപ്പിക്കാനായി മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന സ്ത്രീജനങ്ങളെ, ഒപ്പം എല്ലാവരും അമ്മയുടെ അവസാനമായ ദർശനം കണ്ട് ഇന്ന് രാവിലെ അമ്മയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കട്ടെ. നമ്മളെ കൂടി ഒന്ന് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഒന്ന് ഒരു മിനിറ്റ്. നാളെ പൊങ്കാല ഇടുന്നില്ലേ? അതിന് മുൻപ് എവിടെയാ പൊങ്കാല? എവിടേക്ക് സ്ഥലം കിട്ടിയിരിക്കുന്നത്? ഞങ്ങൾക്ക് മുട്ടത്തറ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ കിട്ടി. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യം. എപ്പോൾ വന്ന് പിടിച്ചു? ഞങ്ങൾ 6-7 മണിയായി. സ്ഥലം കിട്ടുന്നില്ല. 7 മണി നേരത്തെ സ്ഥലം ബുക്ക് ചെയ്തിട്ടിരുന്നത്. അവിടെ ഒരു വീടായിരുന്നു. എന്ത് തോന്നുന്നു? എത്ര വർഷമായി ഇതിപ്പോൾ പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ടമ്മ? 20 വർഷം. 20 വർഷമായി. ഇപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ എന്താ? 20 വർഷം കഴിഞ്ഞിട്ട് അത്രയും ജനങ്ങൾ അത്രയും വർദ്ധിച്ചിട്ടുണ്ട്. കൂടി വരികയാണ്. അപ്പോൾ നാളെ പൊങ്കാല ഇടുമ്പോൾ ഓരോ നിവേദ്യങ്ങളും ഉണ്ടാവില്ല, ഓരോ സമർപ്പണം ഉണ്ടല്ലോ. അമ്മയ്ക്ക് എന്തായിരുന്നു നാളത്തെ പൊങ്കാലയുണ്ട്, ഉണ്ടയുണ്ട്, മാലയുണ്ട്. അപ്പോൾ അമ്മയെ കണ്ട് തൊഴുതിട്ട് വരും. അപ്പോൾ ഇതുപോലെ നിരവധി പേരുണ്ട്. വർഷങ്ങളായിട്ട് ഈ പൊങ്കാല ഇടാൻ വേണ്ടി എത്തുന്ന ആളുകളുണ്ട്. അതായത് 1 വർഷമായി കാത്തിരിക്കുന്ന അവരുടെ ആഗ്രഹമാണ് നാളെ സഫലമാകാൻ പോകുന്നത്. ഇത്ര 1 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നാളെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. അമ്പലത്തിൻ്റെ പരിസരത്തൊട്ടാകെ തന്നെ കലവും ചൂട്ടും ഇഷ്ടികയും ഒക്കെ നിരത്തി വെച്ച അടുപ്പുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞു. അങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുന്നവരെ കാണാം. പക്ഷേ പകലുൾപ്പെടെ മണിക്കൂറുകളോളം കാത്തുനിന്ന് ക്ഷീണിച്ച് അവർ
ആവശ്യരായി കിടന്ന് ഉറങ്ങുന്നവരെയും കാണാം. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ദർശനം നടത്തി പൊങ്കാലയുടെ ചടങ്ങുകളിലേക്കൊക്കെ കടക്കേണ്ടതാണ്. നിരവധി ആളുകൾ ഇപ്പൊ തന്നെ നമുക്ക് ഒന്നുകൂടി പ്രതികരണങ്ങളൊക്കെ ചോദിക്കാം. പ്രാർത്ഥിച്ച് നിൽക്കുന്ന ആളുകളാണ്. ചേച്ചി എവിടുന്നാണ് വരുന്നത്? എറണാകുളത്തുനിന്നാണ് വരുന്നത്. നാളെ പൊങ്കാല ഇടുന്നു? അതെ, ഇടുന്നു. എല്ലാ വർഷം വരാറുണ്ട്? എല്ലാ വർഷം വരാറുണ്ട്. ഈ വർഷം എവിടെയാ സ്ഥലം കിട്ടിയിരിക്കുന്നത്? ഈ വർഷം ഞങ്ങൾ കുണ്ടറവള്ള ക്ഷേത്രത്തിന്റെ അടുത്തൊരു ഫാമിലി ഉണ്ട്, ഇവിടെ തന്നെയാണോ സ്ഥിരമായിട്ടിടുന്നത്. എന്താണ് അതായത് ഏത് നിവേദ്യമാണ് അർപ്പിക്കുന്നത്? പൊങ്കാലയാണ്. എത്ര വർഷം ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് സ്ഥിരം വരുന്നത്. അമ്മേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ബുദ്ധിമുട്ടി. ശ്രുതി ഇവിടെ കുറച്ച് പേർ നിൽക്കുന്നുണ്ട്. അമ്മ എവിടുന്നാ വന്നത്? കോഴിക്കോട്. എത്ര മണിക്ക് ഇറങ്ങി? ഞങ്ങൾ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലെ തൊട്ട് ക്ഷേത്രത്തിന്റെ പരിസരത്തുണ്ട്. ഉച്ചക്കെത്തി. എത്രാമത്തെ തവണയാണ്? 10 വർഷം. ഞാൻ 10 വർഷത്തിലധികമായി. പാലക്കാട് നിന്നാണ്. മുണ്ടൂര്. സ്ഥലം കിട്ടിയോ? പൊങ്കാലയ്ക്കുള്ള സ്ഥലമൊക്കെ? അതെല്ലാം ഞങ്ങൾക്ക് അവിടെ ഉണ്ട് അടുത്ത്. എൻ്റെ നാട് ഇതാണ്. അപ്പോൾ ക്ഷേത്ര പരിസരത്ത് തന്നെയാണോ പൊങ്കാല? ഇവിടുന്ന് കുറച്ച് ഒരു 3 കിലോമീറ്റർ. ക്ഷീണം തോന്നുന്നുണ്ടോ രാവിലെ തൊട്ടുള്ള കാറ്റില്ല? ക്ഷീണമൊന്നുമില്ല. ഇല്ല. ചൂടൊന്നും പ്രശ്നമല്ല? ഇല്ല. ചൂടൊന്നും പ്രശ്നമില്ല. അത്ര മണിക്കൂറുകൾ, അതായത് ഇന്നലെ എത്തിയതാണ് പാലക്കാട് നിന്നും. അത്ര മണിക്കൂറുകളായി അമ്മയുടെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നാളെ പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ദർശനം നടത്തിയോ ഈ തിരക്കിനിടയിൽ? അതെ, അങ്ങനെ തന്നെയാണ്. ഒന്ന് ദർശനത്തിനായി മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരക്കിനിടയിൽ ദർശനം നടത്തിയോ എന്നാണ് അരുൺകുമാർ ചോദിക്കുന്നത്. ദർശനം നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് തൊഴുതു. ഈ നടയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് തൊഴാൻ കഴിഞ്ഞത്. ഞങ്ങൾ മണിക്കൂറുകളായിട്ട് ഇവിടെ തന്നെ. ഞങ്ങൾ വേറൊരു ദർശനം കാണുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വേറൊരു ദർശനം അനുഭവിക്കുന്നുണ്ട്. ഈ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആറ്റുകാൽ പരിസരവും തലസ്ഥാന നഗരിയുടെയും ആകാശ കാഴ്ചകളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം ഒരുക്കിയ മനോഹരമായ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർണ്ണശബളിമയാർന്ന തലസ്ഥാന നഗരി. നിങ്ങളൊരു പക്ഷേ ഇങ്ങനെ തലസ്ഥാന നഗരിയെ കാണണമെങ്കിൽ അത് ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് വരണം എന്നുള്ളതാണ്. മനോഹരമായ എല്ലാ പരിസരങ്ങളിലും വിളക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശപൂരിതമായ ഒരു തലസ്ഥാന നഗരിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പ്രഭയാർന്ന് വർണ്ണപ്രഭയാർന്ന് ഈ നഗരത്തെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. നഗരത്തിൻ്റെ എല്ലാ പാതകളിലും വിളക്കുകൾ കൊളുത്തി നിൽക്കുന്നു. അവിടെ ഭക്തജനങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. മണ്ണിട്ടാൽ താഴെ വീഴാത്ത തരത്തിലുള്ള പുരുഷാരമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കലാപരിപാടികൾ നടക്കുന്നുണ്ട് വേദിയിൽ. നമുക്കൊപ്പം ആര്യയും ശ്രുതിയും അഞ്ജനയും ആതിര ജെയിനും സുനിഷ അയ്യല്ലൂരുമുണ്ട്. ആതിര ജെയിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മളുടെ റിപ്പോർട്ടറിൽ സൂപ്പർ ലേഡി റിപ്പോർട്ടേഴ്സ് ആണ് ഈ തത്സമയ കാഴ്ചകളും വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആതിര ജെയിൻ നമുക്കൊപ്പമുണ്ട്. ആതിര, വെരി ഗുഡ് ഈവനിങ്. ആതിരയുടെ ആദ്യത്തെ ആറ്റുകാൽ റിപ്പോർട്ടിംഗ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പും ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തൊക്കെ ഈ സ്ഥലമൊക്കെ ആതിരയ്ക്ക് പരിചയമുണ്ട്. പക്ഷേ ആതിരയ്ക്ക് കാണാൻ പറ്റാത്ത മനോഹരമായ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് ആകാശ ദൃശ്യങ്ങളാണ്. സുനിഷ അയ്യല്ലൂരും ആതിരയും ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ആതിര? സുനിഷ, വലിയ തിരക്കാണോ ഇപ്പോഴും? നല്ല തിരക്കാണ് അരുൺകുമാർ. ഞങ്ങൾ നിൽക്കുന്നത് ആറ്റുകാൽ ദേവി സന്നിധിയിൽ തന്നെയാണ്. ഞങ്ങളുടെ ഇരുവശവും ഞങ്ങളുടെ 2 സൈഡിലും അമ്പലത്തിലെ ദേവിയെ ദർശിക്കാനായുള്ള ആൾക്കാരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. നല്ല തിരക്കാണ്. അതായത് രാവിലെ മുതൽ കാത്തു നിൽക്കുന്ന ആൾക്കാരാണ്. ആറ്റുകാൽ പൊങ്കാല ഇടുന്നതിന് മുമ്പ് വ്രതമെടുത്തു വരുന്ന ആൾക്കാർക്ക് ദേവിയുടെ അനുഗ്രഹം തേടണം എന്നൊരു വിശ്വാസമുണ്ട്. അതിനായി ദേവിയെ കാണാനായി കാത്തു നിൽക്കുന്നവരാണ്. സുനിഷയാണെങ്കിൽ ഞാൻ വൈകുന്നേരമാണ് വന്നത്, പക്ഷേ സുനിഷ രാവിലെ വന്നതാണ്. സുനിഷ, രാവിലെയും ഇതേ തിരക്കല്ലേ ഇവിടെ ഉണ്ടായിരുന്നു? ഉറപ്പായിട്ടും നല്ല തിരക്കായിരുന്നു. കാരണം നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് എത്തുമ്പോഴേക്കും ആ അങ്ങ് ഗ്രൗണ്ടിലൊക്കെ തന്നെയും വലിയ തിരക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതേ രീതിയിൽ എനിക്ക് തോന്നുന്നു ആ ഉച്ചക്കൊക്കെ ആ പുറത്ത് ക്യൂ നിന്ന ആളുകളാണ് ഇപ്പോൾ ഈ നടപ്പന്തലിൽ എത്തി നിൽക്കുന്നത്. അത്രയധികം തിരക്കുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ആതിര, ഈ സ്ഥലം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒരുപക്ഷെ നാളെ നമുക്ക് ഇതുപോലെ നിൽക്കാൻ കഴിയണമെന്നില്ല എന്നതാണ് മറ്റ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെയാണ് പ്രധാനപ്പെട്ട സ്ഥലമാണ് അരുൺകുമാർ. ഞങ്ങൾ നിൽക്കുന്നത് നാളത്തെ പണ്ടാര അടുപ്പ് കൂട്ടുന്ന അതേ സ്ഥലത്താണ്. അപ്പം ഒരു വർഷത്തെ കാത്തിരിപ്പിന് പരിസമാപ്തിയാകാൻ വേണ്ടി മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് നാളെ പണ്ടാര അടുപ്പ് കൂട്ടുക. അടുപ്പ് വെട്ടതിന് ശേഷം പൊങ്കാല ദീപം തെളിയിക്കുന്നത്, മേൽശാന്തി പകർന്ന ദീപം തെളിയിക്കുന്ന ഇതേ സ്ഥലത്താണ്. നാളെ തോറ്റമ്പാട്ട് പാടുന്നത് ഇതേ സ്ഥലത്താണ്. അപ്പം അമ്മയുടെ ദേവിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തർ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഈ സ്ഥലത്താണ്. നാളെ ഒരുപക്ഷെ ഈ അവസ്ഥയായിരിക്കില്ല ഇവിടെ, അതിനേക്കാൾ തിരക്കായിരിക്കും. അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയായി അനന്തപുരം മാറും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ആ കാഴ്ചയിലേക്ക്, ആ സമയത്തിലേക്ക് ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഈ ചുറ്റുപാട് നിൽക്കുന്നവരുടെ മുഖം കണ്ടാൽ അറിയാം ഇവിടെ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. ഇവർക്ക് എല്ലാവർക്കും ഒരു മനസ്സാണ്.
ഒരേ ശബ്ദമാണ്. എല്ലാവരും ദേവീ സ്തുതികൾ ഉരുവിട്ടുകൊണ്ട് ഒരു നോക്കുകൂടി ദേവിയെ തൊഴാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന വിശ്വാസികളാണ്. ഈ ദർശനം പുലരും വരെ, രാത്രി 2 മണിവരെ ദർശനമുണ്ട്. ദർശനം നടത്തിയതിന് ശേഷം പൊങ്കാലയിലേക്ക് കടക്കാനായിട്ടാണ് എല്ലാവരും കാത്തു നിൽക്കുന്നവർ. കാരണം അത് അവരുടെ ഒരു വിശ്വാസം കൂടിയാണ്. നമുക്കറിയാം, പല ദിക്കിൽ നിന്ന് വരുന്നവരാണ്, പല നാടുകളിൽ നിന്ന് വരുന്നവരാണ്. ഇവരൊക്കെയും കാത്തു നിന്നത് ഈ ഒരു വർഷത്തിന് ശേഷം ഇവർ കാത്തു നിൽക്കുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ്. അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് അവരെ സംബന്ധിച്ച് ആറ്റുകാലമ്മ എന്ന് പറയുന്നത് ഒരു മാതൃഭാവമാണ്, ഭദ്രകാളിയുടെ മാതൃഭാവമാണ്. അപ്പം ആറ്റുകാലമ്മയുടെ സന്നിധിയിൽ തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം പറഞ്ഞ്, സങ്കടങ്ങളെല്ലാം പറഞ്ഞ്, അശ്രണരെല്ലാം അവരുടെ വിഷമങ്ങൾ പറഞ്ഞ്, അവരുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയും അവരുടെ പ്രാർത്ഥനകൾ നിറവേറ്റാനും വേണ്ടിയുമുള്ള ഒരു കാത്തിരിപ്പാണ്. ഒരു വർഷത്തെ പൊങ്കാല എന്ന് പറയുന്നത് ശരിക്കും അവരെ സംബന്ധിച്ച് അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ്. അവരുടെ മുഖങ്ങളിൽ ഇവരിൽ പലരും, നമ്മൾ നേരത്തെ ശ്രുതിയൊക്കെ പറഞ്ഞതുപോലെ, മണിക്കൂറുകൾ കാത്തുനിന്നവരായിരിക്കാം. പക്ഷേ അവർക്ക് അതിൻ്റെ ഒരു ക്ഷീണമോ ഒന്നും കാണിക്കാതെ അവർ ആ ഭക്തിപൂർവ്വം അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവരിങ്ങനെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതുമാത്രമല്ല, ഈ അന്തരീക്ഷം മുഴുവൻ അത്തരമൊരു അവസ്ഥയിലാണ്. സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഉത്സവ ലഹരിയിൽ തന്നെയാണ് അനന്തപുരി. നമ്മൾ കടന്നു വന്ന വഴികളും ഇതിൻ്റെ പരിസരവും ഒക്കെ, ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളൊന്നും കണ്ടില്ലെങ്കിലും ഞങ്ങൾ വരുന്ന വഴിയൊക്കെ ഞങ്ങൾക്കറിയാം. റോഡിലൊക്കെ അടുപ്പുകൾ നിരന്നു നിൽക്കുകയായിരുന്നു. ആൾക്കാരൊക്കെ പല സ്ഥലത്തുനിന്നും വരുന്നവരൊക്കെ അടുപ്പ് കൂട്ടി പൊങ്കാലയ്ക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ കാണാൻ അവിടെയെല്ലാം ഞങ്ങൾ കണ്ടില്ലെങ്കിലും ഞങ്ങൾക്കത് അറിയാൻ കഴിയുന്നുണ്ട് ഇവിടെ നിന്നിട്ടല്ലേ സുനിഷ? ഉറപ്പായിട്ടും അങ്ങനെയാണ്. നമ്മൾ ഈ ആകാശ ദൃശ്യങ്ങൾ കാണിക്കുന്നു എന്ന് അരുൺകുമാർ പറഞ്ഞപ്പോൾ തന്നെ നമ്മളിത് ആകാശ ദൃശ്യം ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്നും മനസ്സിൽ കാണുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ പറഞ്ഞതുപോലെ, അതിനെ പറഞ്ഞതുപോലെ, ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കുകയാണ്. ഇവിടെയാണ് സാധാരണ രീതിയിൽ തോറ്റംപാട്ട് നടക്കുന്ന സ്ഥലമാണ്. അതായത് തുടക്കത്തിൽ ആദ്യ ദിവസം ദേവിയെ കുടിയിരുത്തിയതിന് ശേഷമുള്ള തോറ്റംപാട്ടെല്ലാം നടക്കുന്നത് വിശ്വാസപ്രകാരം ഈ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയൊക്കെയാണ്. ആ തോറ്റംപാട്ട് ഓരോ ദിവസമായി ഓരോ കഥകൾ ഇങ്ങനെ തോറ്റംപാട്ടായി വരുന്നതൊക്കെ തന്നെയും ഇവിടെ വെച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നാളെ ഇതിന് മുന്നിൽ തന്നെ ഒരു പണ്ടാര അടുപ്പ് വെട്ടും. അതിനുശേഷം ഈ പണ്ടാര അടുപ്പിൽ തീ പകർന്നതിന് ശേഷമാണ് പിന്നീട് അങ്ങോട്ട് തലസ്ഥാന നഗരിയിൽ നമ്മൾ ഇന്ന് എങ്ങനെയാണോ ഈ അടുപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്, ആ അടുപ്പിലേക്കൊക്കെയും അഗ്നി തെളിയുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു 10:30യോടെയാണ് ഈ അടുപ്പിൽ തീ പകരുന്നത്. ആ 10:30 തീ പകർന്നതിന് ശേഷം പിന്നെ ആ ഉച്ച വരെയുള്ള സമയം, അല്ലേ, അതൊരു കാത്തിരിപ്പാണ്. ഒരുപക്ഷെ ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാത്തിരിപ്പിന് വേണ്ടിയാണ് ഇത്രയൊരു വർഷം കാത്തിരുന്നത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ നിവേദ്യം ഉണ്ടാക്കുന്നു, ആ നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്നു, ആ സമർപ്പണത്തിലൂടെ ആത്മസമർപ്പണം ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഇവരുടെ വിശ്വാസം. അതുകൊണ്ട് ആ ഒരു സമയത്തിന് വേണ്ടി ഈ പൊങ്കാല സമർപ്പിക്കുന്ന ആ 2 മണി സമയം വരെ ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ വൈകാരികമായ ഒരു സമയം കൂടിയാണ് എന്ന് പറയാം. ഏതായാലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വലിയ തിരക്കുണ്ട്. ആളുകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ദർശനത്തിനായി എത്തുന്നു. ഇന്ന് 2 മണിവരെയാണ് നട തുറക്കുക. പിന്നീട് നട അടക്കുന്നത് 2 മണിക്കാണ്. പിന്നാലെ തന്നെ 4:30 തന്നെ നട തുറക്കും. പക്ഷേ ഇവരൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് 2 മണിക്ക് ദർശനം കിട്ടിയില്ലെങ്കിലും ഒരുപക്ഷെ 4:30 വരെ കാത്തിരുന്ന് ദർശനം കാണാൻ തയ്യാറാണ്. അതെ, എത്ര സമയം കാത്തു നിൽക്കുന്നതിന് അവർക്ക് മടിയില്ല. ഒരു നോക്ക് അമ്മയെ കണ്ടിട്ട് പോകണം തന്നെയാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ആലപ്പുഴ മാരാരിക്കുളം. തൊഴുത് കഴിഞ്ഞു? തൊഴുതില്ല, ഞങ്ങൾ ഇവിടം വരെ വന്ന് തൊഴാൻ പറ്റിയില്ല. കുറേ നേരമായി എത്തിയിട്ട്. ആണല്ലേ, കുറച്ച് നേരമായി എത്തിയിട്ട്. എവിടെ നിന്നാണ്? കായംകുളം. ഇവിടെ നിന്നുള്ള തുടക്കം തൊഴുത്. അതെ, ഇവരെല്ലാം ഇവിടെ നിന്ന് അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എവിടെ നിന്നാണ് ചേച്ചി വരുന്നത്? അതായത് അകത്ത് കയറാൻ പറ്റാത്തവരുണ്ട്, അകത്ത് കയറി ദർശനം നടത്താൻ പറ്റാത്തവരുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അവർ അമ്മയോട് തങ്ങളെ തൊഴുത് പ്രാർത്ഥിച്ച് നാളത്തെ പൊങ്കാലയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ്. നിരവധി ആൾക്കാരാണ്, ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പം നാളെ ആ ഒരു ദിവസത്തിനായിട്ട്, ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ അവസാനമാണ് അവരെ സംബന്ധിച്ച് നാളെ. വീണ്ടും അടുത്ത വർഷവും പൊങ്കാലയ്ക്ക് എത്താനുള്ള ഒരു ഊർജ്ജം കൂടിയാണ് അവർക്ക് പൊങ്കാല എന്ന് പറയുന്നത്.